Hello everyone, welcome to CS Classroom. ഈ വീഡിയോ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻസ് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ്. ഇൻഫിക്സ് എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഈ ലെക്ചറിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്താണ്, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്താണെന്നുള്ള കാര്യം നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യാനുള്ള കാര്യം നോക്കും. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ in which operators are written between the operands. Okay, operators are written between the operands. അതെങ്ങനെ ആയിരിക്കും? ഇതായിരിക്കും അതിൻ്റെ ജനറൽ ഫോം. ഓപ്പറാൻഡ് 1, ഓപ്പറാൻഡ് 2, അതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ ഓപ്പറേറ്റർ എഴുതുന്നത്. ഓൾറൈറ്റ്, എക്സാമ്പിൾ ഇങ്ങനെ ആയിരിക്കും: എ പ്ലസ് ബി ഓർ ബ്രാക്കറ്റ് എ പ്ലസ് ബി ഇൻറ്റു സി. ഇതെല്ലാം എന്താണ്? ഓപ്പറൻഡ് ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഓപ്പറേറ്റർ എഴുതി, അത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്പറൻഡ് എഴുതി. ഓൾറൈറ്റ്, സോ ഇതാണ് ഒരു ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ്. നമ്മൾ കൂടുതലും ഇതാണ് ഈ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ എഴുതുമ്പോഴത്തേക്കും ഒരു ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ് ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ്. പക്ഷെ കമ്പ്യൂട്ടറിന് ഈ എക്സ്പ്രഷൻ അത്രയും പ്രോപ്പർലി മനസ്സിലാവത്തില്ല. അതിന് കൂടുതലും കംഫർട്ടബിൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആണ്. സോ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. അതിൽ ഓപ്പറേറ്റർ ഓപ്പറാൻഡ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഓൾറൈറ്റ്, സോ രണ്ട് ഓപ്പറൻസ് എഴുതി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ആ ഓപ്പറൻസ് ഏത് ഓപ്പറേഷനാണ് ചെയ്യുന്നുള്ള കാര്യം പിന്നീടായിരിക്കും നമ്മൾ എഴുതാൻ പോകുന്നത്. സംതിങ് ലൈക്ക് ദിസ്: ഓപ്പറാൻഡ് 1, ഓപ്പറാൻഡ് 2, ദെൻ ഓപ്പറേറ്റർ. എക്സാമ്പിൾ എ പ്ലസ് എ ബി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഓപ്പറേറ്റർ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് ഓപ്പറാൻഡ്സ് വരും, പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഓരോ ഓപ്പറൻസിൻ്റെയും ഓപ്പറേഷൻ പിന്നീടാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ ഓപ്പറാൻഡ് 1, ഓപ്പറാൻഡ് 2 ഫോളോഡ് ബൈ ദി ഓപ്പറേറ്റർ. ഓക്കെ, സോ ഇതെന്താണ്? ഇറ്റ് ഈസ് ഈസി ഫോർ കമ്പ്യൂട്ടേഴ്സ് ടു വാലുവേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ നമ്മൾ എന്ത് ചെയ്യും? ഇൻഫിക്സ് എക്സ്പ്രഷനെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലോട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ സ്റ്റാക്ക് ആണ്. ഓക്കെ, സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. സോ ദീസ് ആർ ദി റൂൾസ്. നമ്മൾ ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനോട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ള റൂൾസ് ആണ്. ഒബ്വിയസ്ലി ഞാൻ ഈ റൂൾസ് ഇപ്പം ഞാൻ വായിച്ചത് പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. സോ നമ്മൾ ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ റൂൾസിനെ ഡീകോഡ് ചെയ്യാം. ഓക്കെ, സോ ഓരോ എക്സാമ്പിൾ നമ്മൾ ഈ റൂൾ ബുക്കിൽ തന്നെ ഓരോ റൂൾസ് പഠിക്കാൻ നോക്കാം. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദി ഫസ്റ്റ് എക്സാമ്പിൾ. സോ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിലോട്ട് വരാം. എക്സാമ്പിൾ നമ്പർ 1. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഫിക്സ് എക്സ്പ്രഷൻ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് വേണ്ട ഡേറ്റ സ്ട്രക്ചർ എന്താണ്? സ്റ്റാക്ക് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻഫിക്സ് എക്സ്പ്രഷൻ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് സ്കാൻ ചെയ്യും. ഓക്കെ, സോ ആദ്യം സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? ഫസ്റ്റ് ക്യാരക്ടർ എന്താണ്? നമ്മുടെ ഓപ്പൺ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് പാരന്തസിസ് എന്ന് വേണ്ടി പറയാം. സോ അത് വരുമ്പോൾ എന്തായിരിക്കും റൂൾ നമ്മുടെ? സോ ഇഫ് ദ സ്കാൻഡ് ക്യാരക്ടർ ഈസ് ലെഫ്റ്റ് പാരന്തസിസ്, സിംപ്ലി പുഷ് ഇറ്റ് ടു ദി സ്റ്റാക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ഇനി അടുത്ത എന്താണ്? അടുത്ത സ്കാൻ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ എന്താണ്? എ ആണ്. എ എന്താണ്? അതൊരു ഓപ്പറാൻഡ് ആണ്. അപ്പോൾ ഓപ്പറാൻഡ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, സോ ഇഫ് ദ സ്കാൻഡ് ക്യാരക്ടർ ഈസ് ആൻ ഓപ്പറാൻഡ്, നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ഇറ്റ് ഇൻ ദി പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. നമ്മുടെ എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറാൻഡ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലോട്ട് ജസ്റ്റ് സിംപ്ലി എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എഴുതി എ. ഓക്കെ, ഇനി അടുത്ത എക്സ്പ്രഷൻ എന്താ നമ്മൾ അടുത്ത ക്യാരക്ടർ എന്താ നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്? പ്ലസ് ആണ്. പ്ലസ് എന്താണ്? അതൊരു ഓപ്പറേറ്റർ ആണ്. സോ ഓപ്പറേറ്റർ വരുമ്പോൾ ഉള്ള റൂൾ എന്താണ്? ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇഫ് ദ പ്രസിഡൻസ് ഓഫ് ദി കറണ്ട് സ്കാൻഡ് ഓപ്പറേറ്റർ എന്താണ്? പ്ലസ് ആണ്. ഈസ് ഹയർ ദാൻ ദി പ്രസിഡൻസ് ഓഫ് ദി ഓപ്പറേറ്റർ ഓൺ ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഇപ്പോൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ വല്ല ഓപ്പറേറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് മാത്രമേ കൊടുത്തുള്ളൂ. ഓപ്പൺ ബ്രാക്കറ്റ് ഒരു ഓപ്പറേറ്റർ അല്ല. ഓൾറൈറ്റ്, സോ ഈ കണ്ടീഷൻ ഇവിടെ ഫുൾഫിൽ ആവുന്നില്ല. ഓർ അല്ല എങ്കിൽ ഇഫ് ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി. സ്റ്റാക്ക് എംപ്റ്റി ആണോ? അല്ല. ഓർ ഇഫ് ദ സ്റ്റാക്ക് കണ്ടെയ്ൻസ് എ ഓപ്പൺ ബ്രാക്കറ്റ്, അത് ട്രൂ ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ നമ്മൾ റീഡ് ചെയ്തു. ആ സ്കാൻ ചെയ്ത ഓപ്പറേറ്റർ എന്താണ്? സ്റ്റാക്കിൽ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത ഓപ്പറേറ്ററിനെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യണം? ജസ്റ്റ് പുഷ് ദി കറണ്ട് ഓപ്പറേറ്റർ ഓൺ ടു ദി സ്റ്റാക്ക്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് പുഷ് ചെയ്തു. യു ക്യാൻ സി നമ്മൾ എന്ത് ചെയ്തു? പ്ലസിനെ അങ്ങ് പുഷ് ചെയ്തു. ഇവിടെ ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ് ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റീവ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും? പ്ലസ്, മൈനസ്,
ഡിവിഷൻ, പെർസെൻറ്റ്, ഇതെല്ലാം എന്താണ് ലെഫ്റ്റ് ടു റൈറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, റൈറ്റ് ടു ലെഫ്റ്റ് ഓപ്പറേറ്റർ നമ്മുടെ ജസ്റ്റ് ഈ പവർ ഉണ്ടല്ലോ, പവർ സൈൻ, ഇതാണ് നമ്മുടെ റൈറ്റ് ടു ലെഫ്റ്റ് ഓപ്പറേറ്റർ. ഇവിടെ വരുമ്പോഴത്തേക്കും കുറച്ച് റൂൾസ് ചേഞ്ച് ഉണ്ട്, അത് അവിടെ ആ എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെഫ്റ്റ് ടു റൈറ്റ് ഓപ്പറേറ്റേഴ്സ് ഇതാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇത് നിങ്ങളുടെ ഇൻഫർമേഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എവിടം വരെ സ്കാൻ ചെയ്തു? പ്ലസ് വരെയും സ്കാൻ ചെയ്തു. അടുത്ത് നമ്മൾ സ്കാൻ ചെയ്യണം, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, അടുത്ത് നമ്മൾ സ്കാൻ ചെയ്യുന്ന ആരാണ്? ബിനെയാണ്. ബി എന്താണ്? ഓപ്പറൻഡ് ആണ്. അപ്പോൾ ഏത് റൂൾ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്? റൂൾ നമ്പർ 1. ഇഫ് ദ സ്കാൻഡ് ക്യാരക്ടർ ഈസ് ആൻ ഓപ്പറൻഡ്, നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലോട്ട് എഴുതണം. നമ്മൾ എഴുതാൻ പോവാണ്. സോ ബി നമ്മൾ എഴുതി കഴിഞ്ഞു. ഓൾറൈറ്റ്, ഇനി അടുത്ത സ്കാൻ ചെയ്യുന്ന ഏതാണ്? ഈ ക്ലോസിംഗ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ റൈറ്റ് പാരന്തസിസ് എന്ന് വേണ്ടി പറയും. സോ റൈറ്റ് പാരന്തസിസിന് നമ്മൾ നമ്മുടെ സ്കാൻ ചെയ്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് ദ സ്കാൻഡ് ക്യാരക്ടർ ഈസ് വാട്ട്? റൈറ്റ് പാരന്തസിസ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബ്രാക്കറ്റ്, പോപ്പ് ദി സ്റ്റാക്ക് ആൻഡ് ഔട്ട്പുട്ട് ഇറ്റ് അൺടിൽ എ ലെഫ്റ്റ് പാരന്തസിസ് ഈസ് എൻകൗണ്ടേർഡ് ആൻഡ് ഡിസ്കാർഡ് ബോത്ത് ദി പാരന്തസിസ്. മനസ്സിലാക്കാം. എന്താണ്? റൈറ്റ് പാരന്തസിസ് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്കിലോട്ട് പോയി പോപ്പ് ചെയ്യാൻ തുടങ്ങും. എവിടം വരെ പോപ്പ് ചെയ്യാൻ തുടങ്ങും? നമ്മുടെ ലെഫ്റ്റ് പാരന്തസിസ് കാണുന്നവരെയും നമ്മൾ പോപ്പ് ചെയ്യും. പോപ്പ് ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ എവിടെ എഴുതും? പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലോട്ട് നമ്മൾ റൈറ്റിൽ എഴുതി പോകും. എവിടം വരെ നമ്മൾ പോപ്പ് ചെയ്യും? നമുക്ക് ലെഫ്റ്റ് പാരന്തസിസ് കാണുന്നവരെയും പോപ്പ് ചെയ്യും. തീർന്നിട്ടില്ല, നമ്മൾ അതും പോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? യു ക്യാൻ സി ഡിസ്കാർഡ് ബോത്ത് ദി പാരന്തസിസ്. അപ്പൊ പോപ്പ് ചെയ്തതിൽ ഈ ലെഫ്റ്റും റൈറ്റും പാരന്തസിസിനെ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ എഴുതും. കാരണം നമ്മുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ പാരന്തസിസ് ഇല്ല. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ റൈറ്റ് നമ്മുടെ പാരന്തസിസ് വന്നു, നമ്മൾ സ്റ്റാക്കിലോട്ട് പോയി പോപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പ്ലസ് പോപ്പ് ചെയ്ത് പ്ലസ് നമ്മൾ എന്ത് എഴുതും? നമ്മുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലോട്ട് എഴുതി. നമ്മൾ എന്ത് ചെയ്തായിരുന്നു? നമ്മുടെ ലെഫ്റ്റ് പാരന്തസിസും പോപ്പ് ചെയ്തായിരുന്നു. പക്ഷെ നമ്മൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ ഈ രണ്ട് പാരന്തസിസ് നമ്മൾ എഴുതത്തില്ല, രണ്ടിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞു. ഓൾറൈറ്റ്, സോ അത് അവിടം വരെ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത എന്താ നമ്മൾ ചെയ്യുന്നത്? സ്റ്റാർ. സ്റ്റാർ എന്താണ്? സ്റ്റാർ ഒരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർ ഓപ്പറേറ്റർ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? യു ക്യാൻ സി റൂൾ നമ്പർ 3. സ്റ്റാക്ക് ഇവിടെ എന്താണ്? ഇഫ് ദ പ്രസിഡൻസ് ഓഫ് ദി കറന്റ് സ്കാൻഡ് ഓപ്പറേറ്റർ എന്താണ്? സ്റ്റാർ ആണ്. ഇവിടെ 3 കണ്ടീഷൻ ഉണ്ട്. ഈസ് ഹയർ ദാൻ ദി പ്രസിഡൻസ് ഓഫ് ദി ഓപ്പറേറ്റർ ഓൺ ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. വല്ലോ ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ വല്ലതും ഉണ്ടോ? ഇല്ല. ഓർ ഇഫ് ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി. യെസ്, ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദെൻ പുഷ് ദി കറന്റ് ഓപ്പറേറ്റർ ഓൺ ടു ദി സ്റ്റാക്ക്. അപ്പൊ നമ്മുടെ ഓപ്പറേറ്റർ എന്താണ്? സ്റ്റാർ ആണ്. നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാറിനെ സിംപ്ലി പുഷ് ചെയ്തു. ഇവിടം വരെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മൾ ആരെയാണ് സ്കാൻ ചെയ്യുന്നത്? ഓപ്പറാൻഡിനെയാണ്. നമുക്കറിയാം നന്നായിട്ട്. ഓപ്പറാൻഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂൾ നമ്പർ 1, ഇഫ് ദ സ്കാൻ ക്യാരക്ടർ ഈസ് ആൻ ഓപ്പറാൻഡ് പുട്ട് ഇറ്റ് ഇൻ ദി പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? സീനെ ഡയറക്റ്റ്ലി അവിടെ നമ്മുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ എഴുതി കഴിഞ്ഞു. റൈറ്റ്, ഇനിയാണ് നമുക്ക് കുറച്ച് മനസ്സിലാക്കേണ്ടത്. സോ പേ അറ്റൻഷൻ. അടുത്ത എന്താണ്? നമ്മൾ മൈനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ മൈനസ് ഓപ്പറേറ്റർ വന്ന് നമ്മൾ സ്കാൻ ചെയ്യുവാണ്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ സ്കാൻ ചെയ്യുന്നത് ഇൻഫിക്സിനെ. ഓൾറൈറ്റ്, സോ മൈനസ് വരെ നമ്മൾ എത്തി. ഇനി യു ക്യാൻ സി അഗെയിൻ റൂൾ നമ്പർ 3 തന്നെ ആയിരിക്കും. പക്ഷെ റൂൾ നമ്പർ 3 ഇവിടെ അപ്ലൈ ചെയ്യത്തില്ല. വൈ? ബിക്കോസ് ദ പ്രസിഡന്റ് ഓഫ് ദി കറന്റ് സ്കാൻഡ് ഓപ്പറേറ്റർ ഈസ് ഹയർ. നമ്മൾ സ്കാൻ ചെയ്യുന്ന ഓപ്പറേറ്റർ ഹയർ പ്രസിഡൻസിന്റെ ആയിരിക്കണം. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ മൈനസ് ആണ്. ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ എന്താണ് കിടക്കുന്നത്? സ്റ്റാർ ആണ്. സോ ഒബ്വിയസ്ലി മൈനസ് സ്റ്റാറിനേക്കാളും ഹയർ പ്രസിഡൻസ് അല്ല. നിങ്ങൾക്ക് അറിയായിരിക്കും പ്ലസും മൈനസും ഒരേ പ്രസിഡൻസ് ആണ്. ഓൾറൈറ്റ്, ഇതിനേക്കാളും കൂടുതൽ പ്രസിഡൻസ് ആണ് സ്റ്റാറും ഡിവിഷനും. ഓൾറൈറ്റ്, സ്റ്റാറും ഡിവിഷനും ഒരേ പ്രസിഡൻസ് ആണ്. പ്ലസും മൈനസും ഒരേ പ്രസിഡൻസ് ആണ്. പക്ഷെ പ്ലസും മൈനസിനേക്കാളും കൂടുതൽ പ്രസിഡൻസ് ആർക്കാണുള്ളത്? സ്റ്റാറും ഡിവിഷനാണുള്ളത്. സോ ഇവിടെ നമ്മുടെ കറന്റ് സ്കാൻ ക്യാരക്ടർ എന്താണ്? മൈനസ് ആണ്. ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ എന്താ കിടക്കുന്നത്? സ്റ്റാർ ആണ്. അപ്പോൾ നമ്മൾ മൈനസിനെ പുഷ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി എൽസ് കണ്ടീഷൻ ഉണ്ട്. സോ എൽസ് കണ്ടീഷൻ എന്താണ്? പോപ്പ് ഓൾ ഓപ്പറേറ്റേഴ്സ് ഫ്രം ദി സ്റ്റാക്ക് ദാറ്റ് ഹാവ് പ്രസിഡൻസ് ഹയർ ദാൻ ഓർ ഈക്വൽ ടു. യു ക്യാൻ സി ഇവിടെ ഹയർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി കറന്റ് ഓപ്പറേറ്റർ. അപ്പൊ മൈനസിനേക്കാളും ഹയർ ആരാണ്? സ്റ്റാർ ആണ്. അപ്പൊ സ്റ്റാർ പറയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്, നീ കയറിക്കോ. ഓൾറൈറ്റ്, സോ ഹയർ പ്രസിഡൻസ് സ്റ്റാക്കിൽ ഉണ്ടെങ്കിൽ ആ സ്റ്റാക്ക് പറയും ഞാൻ ഇറങ്ങാം, നീ കയറിക്കോ. ലോവർ ആള് വന്ന് കയറും. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇറങ്ങുന്ന ആള് നേരെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലോട്ട് പോയിട്ട് അവിടെ നിൽക്കും. യു ക്യാൻ സി. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? മൈനസ് നമ്മുടെ ലോവർ പ്രസിഡൻസ് ആയിരുന്നു. അപ്പൊ മൈനസ് എങ്ങോട്ടേക്ക് പോകണം? സ്റ്റാക്കിലോട്ട് പോകണം. യു ക്യാൻ സി മൈനസ് ഇവിടെ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടം വരെയും സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ എന്താ സ്കാൻ ചെയ്യുന്നത്? ഓപ്പറൻഡ് ആണ്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. റൂൾ നമ്പർ 1, ഓപ്പറാൻഡ് വരുവാണ് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ്
പോസ്റ്റ് ഫിക്സിലോട്ട് നമ്മൾ ഇടണം. ഓക്കെ, സോ യു ക്യാൻ സി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ലാസ്റ്റ് വരെ ഇങ്ങനെ സ്കാൻ ചെയ്തു, ഡി വരെ എത്തി, നമ്മൾ ഡി എഴുതി. ഓൾറൈറ്റ്, പക്ഷെ അവിടെ വെച്ചും നമ്മുടെ ആൻസർ തീരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂളും കൂടെ ഉണ്ട്. ആ റൂളാണ്, യു ക്യാൻ സി, വൺസ് ദ സ്കാനിങ് ഈസ് ഓവർ, പോപ്പ് ദി സ്റ്റാക്ക് ആൻഡ് ആഡ് ദി ഓപ്പറേറ്റേഴ്സ് ഇൻ ദി പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ അൺടിൽ ഇറ്റ് ഈസ് നോട്ട് എംപ്റ്റി. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ സ്കാൻ ചെയ്ത് ലാസ്റ്റ് വരെ എത്തിക്കഴിഞ്ഞു, പക്ഷെ നമ്മൾ എന്താ നോക്കേണ്ടത്, നമ്മൾ സ്റ്റാക്കിലോട്ട് പിന്നെ ഒന്ന് നോക്കണം. ഓക്കെ, അതിനകത്ത് വല്ലതും ഉണ്ടോ? യെസ് ഉണ്ട്. എന്തുണ്ട്? മൈനസ് ഉണ്ട്. ഇവിടെ മൈനസ് അല്ല, വേറെ എന്തൊക്കെയോ ഉണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്തിട്ട് നമ്മുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യു ക്യാൻ സി മൈനസ് ആണ് നമ്മുടെ കേസിൽ ഇവിടെ ഉള്ളത്. നമ്മൾ എന്ത് ചെയ്തു, അതിനെ ജസ്റ്റ് പോപ്പ് ചെയ്തു നമ്മൾ ഇവിടെ എഴുതി. ഓൾറൈറ്റ്, സോ ഇവിടെയാണ് നമ്മുടെ ലാസ്റ്റ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, സോ ഇത് മാത്രമല്ല, ഇനിയും കുറേ എക്സാമ്പിൾസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറേയും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് എക്സാമ്പിളിലോട്ട് വരാം. സെക്കൻഡ് എക്സാമ്പിളിൻ്റെ യു ക്യാൻ സി ഇൻ ഫിക്സ് എക്സ്പ്രഷൻ ഇതാണ്. പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ നമ്മളിവിടെ എഴുതും. സ്റ്റാക്ക് നമ്മുടെ റെഡിയാണ്. നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് സ്കാൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ സ്കാൻ ചെയ്ത് ആദ്യം സ്കാൻ ചെയ്യുന്ന ആരെയാണ്, യു ക്യാൻ സി എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ്. സോ എന്താ പറയുന്നത്, ഇഫ് ദ സ്കാൻ ക്യാരക്ടർ ഈസ് ആൻ ഓപ്പറാൻഡ്, അഫ്കോഴ്സ് അതെന്താണ്, ഓപ്പറാൻഡ് ആണ്, പുട്ട് ഇറ്റ് ഇൻ ദി പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. നമ്മൾ എന്ത് ചെയ്യും, സിംപ്ലി അതിനെ നമ്മുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലോട്ട് എഴുതും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും. നമ്മുടെ അടുത്ത ക്യാരക്ടർ എന്താണ്, ഒരു ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂൾ എന്താണ് അറിയാം നമുക്ക്. ഇഫ് ദ പ്രസിഡന്റ് ഓഫ് ദി കറണ്ട് സ്കാൻഡ് ഓപ്പറേറ്റർ എന്താണ് ഇവിടെ, പ്ലസ് ആണ്, ഈസ് ഹയർ ദാൻ ദി പ്രസിഡൻസ് ഓഫ് ദി ഓപ്പറേറ്റർ ഓൺ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. റൈറ്റ്, അപ്പോൾ നമ്മുടെ കറന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റർ നമ്മുടെ സ്റ്റാക്കിനേക്കാളും കൂടുതൽ, ഇവിടെ സ്റ്റാക്കിൽ വല്ലതും ഉണ്ടോ, ഇല്ല. ഓർ ഇഫ് ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി, സ്റ്റാക്ക് എംപ്റ്റി ആണോ, യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ദെൻ പുഷ് ദി കറന്റ് ഓപ്പറേറ്റർ ഓൺ ടു ദി സ്റ്റാക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സിംപ്ലി അതിനെ പുഷ് ചെയ്യുന്നു. സോ നമ്മൾ ആദ്യം പുഷ് ചെയ്ത ആരെയാണ്, സ്റ്റാറിനെ പുഷ് ചെയ്തു. ഇനി നമ്മൾ മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോകുമ്പോൾ എന്താ കിട്ടുന്നത്, ലെഫ്റ്റ് പാരന്തസിസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബ്രാക്കറ്റ്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുഷ് ഇറ്റ് ഓൺ ടു ദി സ്റ്റാക്ക്. ഓക്കെ, യു ക്യാൻ സി ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരുവാണെങ്കിൽ പുഷ് ഇറ്റ് ഓൺ ടു ദി സ്റ്റാക്ക്. നമ്മൾ എന്ത് ചെയ്തു, പുഷ് ചെയ്തു. ഇനി അടുത്ത ക്യാരക്ടർ എന്താണ്, അടുത്ത ക്യാരക്ടർ ഓപ്പറന്റ് ആണ്, സെയിം റൂൾ നമ്പർ 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോസ്റ്റ് ഫിക്സ് അവിടെ എഴുതി വെക്കും. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി, അടുത്ത ക്യാരക്ടർ എന്താണ്, ഒരു ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ എന്താ പറയുന്നത്, സി റൂൾ നമ്പർ 2 നോക്കിക്കേ, എന്താ പറയുന്നത്, ഇഫ് ദ പ്രസിഡൻസ് ഓഫ് ദി കറന്റ് സ്കാൻഡ് ഓപ്പറേറ്റർ ഈസ് ഹയർ ദാൻ ദി പ്രസിഡന്റ് ഓഫ് ദി ഓപ്പറേറ്റർ ഓൺ ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് വല്ല ഓപ്പറേറ്റർ ഉണ്ടോ, ഇല്ല. കാരണം ഇത് ലെഫ്റ്റ് പാരന്തസിസ് ആണ്, ആൻഡ് ലെഫ്റ്റ് പാരന്തസിസ് നോട്ട് ആൻ ഓപ്പറേറ്റർ. ഓർ ഇഫ് ദ സ്റ്റാക്ക് ഇസ് എംപ്റ്റി ആണോ, അല്ല. ഓർ ഇഫ് ദ സ്റ്റാക്ക് കണ്ടെയ്ൻസ് ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, യെസ്, അല്ലെങ്കിൽ ലെഫ്റ്റ് പാരന്തസിസ്. ഈ 3 കണ്ടീഷൻ, ഓക്കെ, ഈ 3 കണ്ടീഷനാണ് നമ്മൾ എന്ത് ചെയ്യും, പുഷ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം. സോ പ്ലസിനെ നമ്മൾ എന്ത് ചെയ്തു, പുഷ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് സ്കാൻ ചെയ്യുവാണ്. സി കിട്ടി, സി അഗെയിൻ സിമ്പിൾ റൂൾ എന്താണ്, കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്പറൻറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ സിംപ്ലി എന്ത് ചെയ്യണം, പോസ്റ്റ് ഫിക്സിലോട്ട് എഴുതണം. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്, നമുക്ക് എന്ത് കിട്ടണം, ക്ലോസിംഗ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ റൈറ്റ് പാരന്തസിസ്. അതിൻ്റെ റൂൾ എന്താ പറയുന്നത്, ഇഫ് ദ സ്കാൻഡ് ക്യാരക്ടർ ഈസ് റൈറ്റ് പാരന്തസിസ്, pop the stack and output it until a left parenthesis is encountered and discard both the parentheses. എന്താ പറയുന്നത്, റൈറ്റ് പാരന്തസിസ് കിട്ടുമെങ്കിൽ നേരെ സ്റ്റാക്കിലോട്ട് പോവുക, എല്ലാത്തിനെയും പോപ്പ് ചെയ്യുക. എവിടം വരെയും പോപ്പ് ചെയ്യണം, നമുക്ക് ലെഫ്റ്റ് പാരന്തസിസ് കിട്ടുന്നവരെ. ഓൾറൈറ്റ്, ആൻഡ് ലെഫ്റ്റ് പാരന്തസിസിനെയും പോപ്പ് ചെയ്യണം. പോപ്പ് ചെയ്യുന്ന എല്ലാത്തിനും പോസ്റ്റ് ഫിക്സിലോട്ട് എഴുതുകയും ചെയ്യണം, എക്സെപ്റ്റ് ഫോർ പാരന്തസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോപ്പ് ചെയ്യുവാണ്. സോ പ്ലസ് പോപ്പ് ചെയ്ത് പ്ലസ് നമ്മളിവിടെ എഴുതി. ഇതിനെയും അപ്പോൾ പോപ്പ് ചെയ്തപ്പോൾ യു ആർ ജസ്റ്റ് ഡിലീറ്റിംഗ് ഇറ്റ് ഫ്രം ദി സ്റ്റാക്ക്. ഓക്കെ, ഞാനിവിടെ ക്രോസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓൾറൈറ്റ്, നൗ ഇനി ഇതിനെയും നമ്മൾ പോപ്പ് ചെയ്യണം, പക്ഷെ അത് നമ്മൾ പോസ്റ്റ് ഫിക്സിലോട്ട് എഴുതത്തില്ല, കാരണം പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിൽ നമുക്ക് പാരന്തസിസ് ഇല്ല. ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്തു, അവിടം വരെ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സിനാരിയോയിൽ ഞാൻ ജസ്റ്റ് അതിന് റബ്ബ് ചെയ്യാം. ഇപ്പോഴത്തെ സിനാരിയോയിൽ എന്താണ് ഇരിക്കുന്നത്, നമ്മൾ ഈ 2 കാര്യങ്ങൾ ഇവിടെ ഇല്ല. ഓൾറൈറ്റ്, സോ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇനി നമ്മൾ അടുത്ത സ്കാൻ എന്താണ്, ഡിവിഷൻ ആണ്. Now you see here, സെക്കൻഡ് റൂൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ സ്കാൻ ചെയ്ത ഓപ്പറേറ്റർ ഹയർ പ്രസിഡൻസ് ആയിരിക്കണം എവിടുന്ന്, സ്റ്റാക്കിലുള്ളതിനേക്കാളും. ഓക്കെ, സോ ഡിവിഷൻ സ്റ്റാറിനേക്കാളും ഹയർ പ്രസിഡൻസ് ആണോ, അല്ല, രണ്ടും ഒരേ പ്രസിഡൻസ് ആണ്. അപ്പോൾ സ്കാൻ ചെയ്യുന്നത് ലോവർ പ്രസിഡൻസ് അല്ല എങ്കിൽ സെയിം പ്രസിഡൻസ് ആണ്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ റൂള് നോക്കിയിട്ടില്ല ഇതുവരെ. റൈറ്റ്, അപ്പോൾ അതാണ് എൽസ് പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ, അതായത് നമ്മുടെ കറന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റർ സ്റ്റാക്കിലുള്ള ഓപ്പറേറ്ററിനേക്കാളും സെയിം പ്രസിഡൻസ് അല്ലെങ്കിൽ ലോവർ പ്രസിഡൻസ് ആണെങ്കിൽ നമ്മൾ പോപ്പ് ചെയ്യും. ഓൾറൈറ്റ്, ദാറ്റ് മീൻസ് ഹയർ ആള്
പറയും ഞാൻ ഒഴിഞ്ഞു തരാം, ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് വരുവാണ്. ഓൾറൈറ്റ്, ആൻഡ് പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ പോപ്പ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ഫിക്സിലോട്ട് എഴുതും. സോ ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അത് എഴുതും. ദെൻ ആര് കാരണമാണ് പോപ്പ് ആവേണ്ടി വന്നത്, ഡിവിഷൻ. കാരണം ഡിവിഷൻ എന്താണ്, സെയിം പ്രസിഡൻസ് അല്ലെങ്കിൽ സെയിം പ്രസിഡൻസ് ആണ്, റൈറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റാറിനെ പോപ്പ് ചെയ്തു, അതെവിടെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഡിവിഷനെ ഈ സ്ഥാനത്തോട്ട് ഇടും. ഓൾറൈറ്റ്, സോ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിക്കാം. ഓൾറൈറ്റ്, സോ ഇറേസ്. ഓൾറൈറ്റ്, ഓക്കെ. സോ എന്ത് വരും, നമ്മുടെ ഡിവിഷൻ ഇവിടെ വരും. ക്ലിയർ ആയോ? ഓൾറൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യും, ഡിവിഷൻ ഇവിടെ എഴുതി. ഇനി മുന്നോട്ട് പോവാം നമ്മൾ. ഇനി എന്താ വരുന്നത്, ഡി. നമുക്കറിയാം നന്നായിട്ട്, ഇഫ് ദ സ്കാൻഡ് ക്യാരക്ടർ ഇസ് ആൻ ഓപ്പറാൻഡ്, നമ്മൾ സിംപ്ലി അത് എഴുതുക, ഡി. ഇനി ഇവിടെ തീർന്നില്ല നമ്മുടെ. ഓൾറൈറ്റ്, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മുഴുവൻ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുവാണ് നമ്മുടെ സ്റ്റാക്കിൽ വല്ലതും ഉണ്ടോ. യെസ്, 100% ഉണ്ട്. എന്തുണ്ട്, ഒരു ഡിവിഷൻ ഉണ്ട്, അതിനെ പോപ്പ് ചെയ്യുക. ഓൾറൈറ്റ്, സോ അതിനെയും കൂടെ പോപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ എഴുതും. ഓക്കെ, സോ എന്താ പറ്റിയും, ദാറ്റ് മീൻസ് നമ്മുടെ സ്റ്റാക്ക് ഇപ്പോൾ എംപ്റ്റി ആയി. ഓൾറൈറ്റ്, സോ ഇതാണ് നമ്മുടെ. സോ ഫൈനലി നമുക്ക് കിട്ടിയ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്താണ്, പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇതാണ്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു തവണ കൂടെ എഴുതി വെക്കാം. എ ബി സി പ്ലസ് സ്റ്റാർ ഡി ആൻഡ് ഡിവിഷൻ. ഇതാണ് നമ്മുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഓഫ് ദി കറസ്പോണ്ടിങ് ഇൻഫിക്സ് എക്സ്പ്രഷൻ. ഓൾറൈറ്റ്, സോ ഇതായിരുന്നു എക്സാമ്പിൾ നമ്പർ 2. ഇനിയും നമ്മൾ എക്സാമ്പിൾ സോൾവ് ചെയ്യും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ 2-3 എക്സാമ്പിൾസ് കൂടെ സോൾവ് ചെയ്തിട്ട് ഇടും. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി. ഓൾറൈറ്റ്, സോ താങ്ക് യു ഫോർ വാച്ചിങ്.